ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലവ് ഷോ ബൈ ഗോപിക. അപ്പം കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സച്ചിക്കുട്ടൻ്റെ ആദ്യ കുർബാനയുടെ വീഡിയോ എന്ന്. ഇത് പാർട്ട് 2 ആണ്. അപ്പം ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇതൊരു ഉച്ചയ്ക്ക് മുന്നേ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇത് അന്നമോളും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടി സ്റ്റേജിൻ്റെ അവിടെ വന്നിട്ട് ഡാൻസ് കളിയാണ്. ഈ സമയത്തൊന്നും സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. അത് ഒരു വൈകുന്നേരത്തിന് ആ സമയമൊക്കെ ആയപ്പോഴാണ്, വൈകുന്നേരമായി സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തപ്പോഴത്തേക്കും കേട്ടോ. ഇത് പിന്നെ ഇത് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഫുഡ് കഴിക്കുവാണ്. ഉച്ചയ്ക്ക് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വൈകിട്ടാണ്. അപ്പം ഉച്ചയ്ക്ക് നമ്മുടെ അയൽവക്കക്കാരും നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങളും അതിനൊപ്പം ഫുഡ് കഴിക്കുകയാണ്. ഞാനും അമ്മച്ചിയും അപ്പച്ചനും ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുക. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ കാറ്ററിങ് ആയിരുന്നു, കാറ്ററിങ്ങിൽ വരുത്തിക്കുമായിരുന്നു ഫുഡ്. അപ്പം മുഹമ്മയിലുള്ള ഒരു ബൈജു എന്ന് പറയുന്ന ചേട്ടനാണ്. ആ ചേട്ടൻ നല്ല പാചകമാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഫുഡ് വരുത്തിച്ചതാണ് ഉച്ചയ്ക്കത്തെ ഫുഡ്. പിന്നെ വൈകിട്ടത് നമ്മൾ വീട്ടിൽ തന്നെ വെക്കുവാണ്. അപ്പോൾ ഒരു മണ്ണഞ്ചേരിയിലുള്ള ഇക്കയാണ് നമുക്ക് വെച്ച് തന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഇണക്കുവാണ്. വൈകിട്ടത്തേക്കുള്ളത് നമുക്ക് ബീഫ് ദം ബിരിയാണി ആയിരുന്നു വൈകിട്ടത്തെ ഫംഗ്ഷന്. വൈകിട്ടായിരുന്നു നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ബീഫ് ദം ബിരിയാണി ആയിരുന്നു. ഇക്ക നമ്മളുമായിട്ട് നല്ല കമ്പനിയായിരുന്നു കേട്ടോ. ഇക്ക മാത്രമല്ല, ഇക്കയുടെ കൂടെ വേറെ 2 പേരും ഉണ്ടായിരുന്നു, ഹെൽപ്പേഴ്സ്. അവരൊക്കെ ആണെങ്കിൽ നമ്മളുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ ഓരോന്ന് ഇണക്കുമ്പോഴും ഇക്ക എന്നെ വിളിക്കും, ഇതിൻ്റെ വീഡിയോ എടുക്കുക, ഇതിൻ്റെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ മറന്നാലും ഇക്ക ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഓരോ സാധനങ്ങൾ ഇണക്കി കഴിയുമ്പോഴും എന്നോട് പറയും, ഇതൊക്കെ എടുത്തിട്ട് ഇടണം കേട്ടോ എന്ന് എന്നോട് പറയുമായിരുന്നേ. നല്ല നമ്മളായിട്ട് നല്ല കോർപ്പറേറ്റീവ് ആയിരുന്നു അവർ. ഷംസുദ്ദീൻ എന്ന ഇക്കയുടെ പേര്. അവർ മണ്ണഞ്ചേരിക്കാരാണ്. അപ്പം എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബീഫ് ദം ബിരിയാണി ആയിരുന്നു നമ്മുടേത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൂടെ ചോറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ റോസ്റ്റും മീൻ കറിയും തോരനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വൈകുന്നേരമായി, നമ്മുടെ ഫംഗ്ഷൻ്റെയൊക്കെ സമയമായി. ഇതാണ് സച്ചു കട്ട് ചെയ്ത കേക്ക്. ഇത് നമ്മൾ കരോൾ കേക്ക്സ് മാരാരി അവിടെ നിന്നാണ് വാങ്ങിച്ചത്. നമ്മളെല്ലാ ഫംഗ്ഷനും അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വൈകുന്നേരമായി, ഫംഗ്ഷനൊക്കെ സമയമായി. അപ്പോൾ ഇതാണ് ആങ്കറിങ് ചെയ്ത ആൾ, ആഷ്ന എന്നാണ് ഇവളുടെ പേര്. ഇത് സച്ചുവിൻ്റെ ട്യൂഷൻ ടീച്ചർ കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ സമയമായി. Matthew 26:26. Good evening everyone, and thank you for joining us on this blessed day. Today I am received Jesus in the Holy Eucharist for the very first time. It's a sacred milestone, and I am so grateful to share it with family, friends and our parish community. Thank you to my parents, godparents and family for helping me get ready. Please pray for me so I can always stay close to Jesus. Let's celebrate. And thank you God for this blessing. Thank you Sachu, this means a lot. Now it's time to invite godparents of Sachu, Mr. Clintu Cletus and Miss Mini to the stage. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അന്നമോളുടെ ഡാൻസാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും ഒറിജിനൽ സോങ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് നമുക്ക് ഒറിജിനൽ സോങ്സ് ഒന്നും ഇടാൻ പറ്റത്തില്ല. നമുക്ക് വീഡിയോ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്ത് കളയും. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്കൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അന്നമോളിൻ്റെ അടിപൊളി ഡാൻസായിരുന്നു കേട്ടോ. അന്നമോൾ നല്ല സ്റ്റൈലായിട്ട് തന്നെ കളിച്ചു. അന്നമോൾ അന്നയുടെ സ്കൂളിലുമൊക്കെ അന്ന കളിക്കുന്നതാണ് എല്ലാം. അവൾ പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷേ നല്ല പോലെ കളിക്കും. അതിനോടൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആൾക്ക്. എങ്ങും പോയി പഠിക്കുന്നൊന്നുമല്ല, ആൾ തനിയെ പാട്ടൊക്കെ കണ്ട് തനിയെ കളിക്കുന്നതാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ അച്ചുവിൻ്റെ കുറച്ച് ഫോട്ടോയൊക്കെ ഞങ്ങളെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ കേക്ക് കട്ടിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളാണിത്. നമുക്ക് എല്ലാ വീഡിയോയും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നും തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ സമയത്ത് നമ്മൾ എല്ലാവരുമൊക്കെ വരുന്ന സമയമല്ല. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ ഞാൻ എടുത്ത കുറച്ച് വീഡിയോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിക്ചേഴ്സ് ആണെങ്കിലും ഒത്തിരി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഞാനും ഇച്ചേനും സച്ചുമായിട്ടുള്ള. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെൻ്റെ കൊച്ചിച്ചന്മാരാണ് കേട്ടോ, അച്ഛൻ്റെ അനിയന്മാർ. ഈ സമയത്ത് ഞാൻ ശരിക്കും അച്ഛനെ മിസ് ചെയ്തു കേട്ടോ. എനിക്ക് ഒത്തിരി സങ്കടമായി. കാരണം അമ്മ സ്റ്റേജിലോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചു ഈ സമയത്ത് അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കൊച്ചിച്ചന്മാരും അതായത് അച്ഛൻ്റെ അനിയന്മാരാണ്. അച്ഛൻ്റെ അനിയന്മാർ സ്റ്റേജിലോട്ട് വന്നപ്പോഴത്തേക്കും എനിക്കും ശരിക്കും അച്ഛനെ മിസ് ചെയ്തു. എനിക്ക് ഒത്തിരി സങ്കടമായി ആ സമയത്ത്. അച്ഛനും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പോയൊരു സമയമായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം എൻ്റെ റിലേറ്റീവ്സാണ്. ഇതെല്ലാം വീട്ടിലെയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നാത്തൂനും അളിയനും അവരെല്ലാവരുമായിട്ടുള്ള പിക്കാണ്. ഇത് സച്ചുവിൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സും നമ്മുടെ പിള്ളേരും കൂടിയാണ് ഇവർ. ഇത് സച്ചുവിൻ്റെ സ്കൂളിലെ ക്ലാസ്മേറ്റാണ് ഇവാൻ്റെ ഫാമിലിയാണ്. ഇത് എൻ്റെ ഇച്ചേൻ്റെയും ഫ്രണ്ടാണ് ലൈജു ഫാമിലിയും. ഇത് രേഷ്മയുടെ 2 മക്കൾ. ഇത് ധന്യയും രാഹുലേട്ടനും കൊച്ചും. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ഇത് ഞാനും അനിയത്തിയുമാണ്. അനിയത്തിയുടെ പേര് ദേവിക എന്ന. പിന്നെ ഇത് ജോയി അച്ചാച്ചനും ജാസ്മി ആൻറ്റിയും അവരുടെ ഫാമിലി. ഇത് അമ്മയും അമ്മച്ചിയുമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാവരുടെയും പിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ. കാരണം ഫോട്ടോഗ്രാഫർ നമുക്കിപ്പോൾ തന്നേക്കുന്ന കുറച്ച് പിക്സേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാനിപ്പം ഇതിലിട്ടേക്കുന്നത്. എല്ലാം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതെൻ്റെ കസിൻസാണ്. ഇവരെല്ലാം എൻ്റെ കസിൻസാണ്. ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കൊടുക്കേണ്ട സമയമായി. അപ്പം ഇക്ക വന്ന് ഇച്ചേനെ വിളിച്ചു. അപ്പോൾ ഈ ഫുഡ് അതിൻ്റെ ബിരിയാണിയുടെ നമുക്ക് ബീഫ് ദം ബിരിയാണിയായിരുന്നേ. അപ്പോൾ അതിൻ്റെ ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് 3 പ്രാവശ്യം അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കോരി ഒന്ന് കുറച്ച് റൈസ് ഇങ്ങനെ ഒന്ന് കോരി എടുത്ത് സെപ്പറേറ്റ് ചെയ്യണം നമ്മുടെ ഈ വീട്ടുകാരെ. അപ്പോൾ അതൊരു ചടങ്ങ് പോലെ. അപ്പോൾ അതിനങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇച്ചായൻ ചെന്ന് അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതൊക്കെ പിള്ളേരാണ്.